നമസ്കാരം, ലേഖ സ്വീറ്റ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ടീ ടൈം കേക്കാണ്. ബ്രിട്ടാനിയ ടീ ടൈം കേക്ക്. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാറുള്ളതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്കിനി റെസിപ്പി നോക്കാം. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കേക്ക് ടിൻ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നീളത്തിലുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തേക്കുന്നത്. അതിനകത്ത് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ടീ ടൈം കേക്ക് ആയതുകൊണ്ടാണ് ഈ കേക്ക് ടിൻ എടുത്തത്. അതല്ല, നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ സാധാ നോർമൽ കേക്ക് ടിന്നില്ലേ, അതായാലും മതി. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് 1.25 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് 1/2 കപ്പേ എടുത്തിട്ടുള്ളൂ. ഇത് ഒരു മീഡിയം മധുരം മാത്രമേ കാണത്തുള്ളൂ. നിങ്ങൾ എടുക്കുമ്പോൾ 1 കപ്പോ അല്ലെങ്കിൽ 1/4 കപ്പോ എടുക്കാം. 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 കപ്പ് തൈര്. ഇത് നമ്മൾ മുട്ട ചേർത്തല്ല കേക്ക് ഉണ്ടാക്കുന്നത്, അതിന് പകരമായിട്ടാണ് തൈര് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്ന തൈരാണ്, ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതല്ല. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, 1/4 ടീസ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ്. ഞാൻ അല്പം കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പാല്. ഞാനൊരു ബൗളിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തൈരും കൂടെ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് അകത്തേക്ക് ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്യുകയാണ്. ബേക്കിംഗ് പൗഡറും അങ്ങ് ആഡ് ചെയ്യുകയാണ്. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേനും നമുക്ക് മൈദ അരിച്ചെടുക്കാം. മൈദ ഒരു അരിപ്പിലേക്ക് ഇട്ടിട്ട് അരിച്ചു കൊടുക്കുകയാണ്. ഇതിനോടൊപ്പം ഞാൻ ആ ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ഇടുകയാണ്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് പിന്നെ ഡസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നതിനകത്തേക്ക് ഞാൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ്, 1/4 ടീസ്പൂൺ വാനില എസൻസ്, ഒരല്പം കളർ കൂടി ആഡ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് 3 പാർട്ടായിട്ട് ആ മൈദ ഇട്ട് കൊടുക്കാം. മൈദ ആഡ് ചെയ്തപ്പോഴത്തേനും നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ. പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഓവർ മിക്സ് ചെയ്യല്ല. പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് വേണം മിക്സ് ചെയ്യാൻ. ഒറ്റയടിക്ക് എല്ലാം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യല്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ആ ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഞാൻ ഫുള്ളായിട്ട് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 10 മിനിറ്റ് മുമ്പേ സ്റ്റൗവിൽ ഒരു ചീനച്ചട്ടി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതങ്ങ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. നല്ല എയർ ടൈറ്റുള്ള പാത്രത്തിലായിരിക്കണം അടച്ചു വെക്കേണ്ടുന്നത്. ഇനി നമുക്ക് ടൈം നോക്കാം. കറക്റ്റ് ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നോക്കിയാൽ മതി. ഇനി നമുക്കൊന്ന് കുത്തി നോക്കാം. കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കേക്ക് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം.
ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.